വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ RRT അനുവദിക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇനി അനുവദിക്കുന്ന ആദ്യത്തെ RRT കാസർഗോഡ് ജില്ലയ്ക്കായിരിക്കും. അതിനായി ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വനമേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് 640 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതിനെന്താണ് പരിഹാരം? അതാണല്ലോ നമ്മൾ ആലോചിക്കണം, എന്താണ് പരിഹാരം? അങ്ങനെ പരിഹാരമാർഗങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അത് സാധ്യമല്ല. ഞങ്ങൾ ചോദിച്ചു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയോട്, ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ദയവായി കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കും. ആരുടെയോ നന്മ കൊണ്ടോ തിന്മ കൊണ്ടോ ഇതുവരെ നടന്നിട്ടില്ല. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വന്യമൃഗ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ളതുമായ പദ്ധതികൾ നടപ്പിലാക്കും. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പ്രത്യേക ദ്രുതകർമ്മസേനയുടെ പ്രപ്പോസൽ നൽകിയാൽ അംഗീകാരം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇ. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. സബ് കളക്ടർ പ്രദീപ് ജെയിൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് വനം വകുപ്പിന് അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ്, അത്തിയടുക്കം നിവാസികൾക്ക് വനം വകുപ്പ് അനുവദിച്ച സർട്ടിഫിക്കറ്റ്, വനാവകാശ നിയമപ്രകാരമുള്ള കുടിവെള്ള പദ്ധതിക്ക് ഭൂമി അനുവദിക്കുന്നതിന്റെ രേഖാ കൈമാറ്റം, വനനീർ പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. വനനീർ ഓഡിയോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഓഡിയോയിൽ ഗാനം രചിച്ച ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ NV സത്യൻ, ഗാനം ആലപിച്ച DFO K അഷ്റഫ്, കോറസ് പാടിയ പാട്ടുകാർ തുടങ്ങിയവർക്ക് മന്ത്രി ഉപഹാരം നൽകി. ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ സ്വാഗതവും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K അഷ്റഫ് നന്ദിയും പറഞ്ഞു.